നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 23ാം ഗഡുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 23ാം ഗഡു എപ്പോൾ ലഭിക്കും, ആർക്കൊക്കെയാണ് ലഭിക്കുക, ആർക്കൊക്കെയാണ് ലഭിക്കാതിരിക്കാൻ സാധ്യത, ഈ KYC ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും, പുതിയതായി നിർബന്ധമാക്കിയ കർഷക ID എന്താണ്, നിങ്ങളുടെ പേര് ബെനിഫിഷ്യറി ലിസ്റ്റിലുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം, എല്ലാ കാര്യങ്ങളും വിശദമായി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ആദ്യം പുതിയ പ്രേക്ഷകർക്കായി ഒരു ചെറിയ വിശദീകരണം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 സാമ്പത്തിക സഹായം ലഭിക്കുന്നു. ഈ തുക 3 ഗഡുക്കളായി വിഭജിച്ച് നൽകുന്നതാണ്. ഓരോ ഗഡുവിലും 2000 രൂപ വീതമായിരിക്കും ലഭിക്കുക. പണം നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനത്തിലൂടെയാണ് എത്തുന്നത്. ഇതുവരെ ലക്ഷക്കണക്കിന് കോടി രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ KYC നിർബന്ധമാണ്. 23ാം ഗഡുവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ KYC. ഈ KYC പൂർത്തിയാക്കാത്ത നിരവധി കർഷകർക്ക് മുൻപ് തന്നെ ഗഡുക്കൾ തടസ്സപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് 23ാം ഗഡു ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ KYC സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. സർക്കാർ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഈ KYC പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകൾക്ക് പണം ലഭിക്കുന്നതിൽ തടസ്സം ഉണ്ടാകുമെന്ന്. OTP വഴി ഈ KYC എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ KYC ചെയ്യാനുള്ള നടപടിക്രമം നോക്കാം. ആദ്യം PM കിസാൻ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക. വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ഈ KYC എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് നൽകുക. വിവരങ്ങൾ സ്ഥിരീകരിച്ചാൽ ഈ KYC പൂർത്തിയാവുന്നതായിരിക്കും. ഈ KYC ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പലർക്കും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. മൊബൈൽ നമ്പർ സജീവമായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാക്കണം. PM കിസാൻ രജിസ്ട്രേഷൻ വിവരങ്ങൾ കൃത്യമായിരിക്കണം. ഇവയിൽ ഏതെങ്കിലും തെറ്റാണെങ്കിൽ പണം ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാവും. ഇനി പുതിയ കർഷക ID എന്താണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. ഇപ്പോൾ സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്ന മറ്റൊരു കാര്യമാണ് ഫാർമർ ID അഥവാ കർഷകർ ID. രാജ്യത്തെ കർഷകരുടെ വിവരങ്ങൾ ഏകീകരിക്കാനാണ് ഈ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് കർഷക ID നിർബന്ധമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. കർഷകന്റെ ഭൂമി, വിളകൾ, സർക്കാർ ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിവരങ്ങൾക്ക് ഒരു ഡിജിറ്റൽ സംവിധാനത്തിൽ ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കർഷക ID ഇല്ലെങ്കിൽ എന്താവുമുള്ളൊരു ചോദ്യമുണ്ട്. പുതിയ രജിസ്ട്രേഷനുകളിൽ കർഷക ID വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ്. അതുകൊണ്ട് പുതിയ അപേക്ഷകർ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകളുമായോ അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെടുകയും ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. ഭാവിയിൽ പല സർക്കാർ പദ്ധതികളും കർഷക ID-യുമായി ബന്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഗഡു ലഭിക്കാതിരിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന കാര്യങ്ങൾ ഇനി എന്താണെന്ന് നോക്കാം. ചിലർ ചോദിക്കാറുണ്ട്, എൻ്റെ അയൽവാസിക്ക് പണം കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഇതിന് നിരവധി കാരണങ്ങൾ ഉണ്ടാവാം. ഒന്നാമത്തെ കാര്യമാണ് ഈ KYC പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത്. രണ്ടാമതായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തെറ്റായാൽ, അതിൽ നിങ്ങളുടെ പേരിന്റെ സ്പെല്ലിംഗ് പോലും മിസ്റ്റേക്ക് ആയാൽ അതൊരു ബുദ്ധിമുട്ടാവും. മൂന്നാമതായി ആധാർ വിവരങ്ങൾ PM കിസാൻ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ളതാണ്. നാലാമതായി ഭൂമി സംബന്ധമായ വിവരങ്ങൾ, അതിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലഭിക്കില്ല. അഞ്ചാമതായി DBT പ്രവർത്തനക്ഷമമല്ല എന്നുണ്ടെങ്കിൽ ഇവയൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ട്. പലപ്പോഴും പണം അനുവദിച്ചിട്ടും അക്കൗണ്ടിലെത്താത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് പലർക്കും. ഒരുപാട് കമന്റ്സ് എല്ലാം വന്നതാണ്. കാരണം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ആക്റ്റീവ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ, DBT ഇനേബിൾ ആണോ, IFSC കോഡ് ശരിയാണോ,
ഇവ നിങ്ങൾ നിർബന്ധമായും പരിശോധിക്കുക. ഇനി ബെനിഫിഷ്യറി ലിസ്റ്റിൽ പേര് എങ്ങനെ പരിശോധിക്കാമെന്ന് പലരും ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ പേര് ഇപ്പോഴും പദ്ധതിയിൽ സജീവമാണോ എന്ന് അറിയാൻ ബെനിഫിഷ്യറി ലിസ്റ്റ് പരിശോധിക്കണം. വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സംസ്ഥാനം, ജില്ല, ബ്ലോക്ക്, ഗ്രാമം എന്നിവ തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ നൽകുക. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിലെ നിലവിലെ സ്ഥിതി നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള കാര്യം മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ്. കാണാൻ സാധിക്കും. അതുപോലെ ഗഡു ലഭിച്ചോ, അനുവദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് പണം അയച്ചോ, KYC പൂർത്തിയായോ, എല്ലാം നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ പദ്ധതി കർഷകർക്ക് എത്രത്തോളം സഹായമാണെന്ന് അറിയാമോ? ചെറിയ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. വിത്ത് വാങ്ങാനും വളങ്ങൾ വാങ്ങാനും കൃഷി ചെലവുകൾ നിറവേറ്റാനും ചെറിയ സാമ്പത്തിക ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, അതായത് കറണ്ട് ബില്ല് പോലും അടയ്ക്കാനും തുക വലിയ തോതിലല്ലെങ്കിലും നിരവധി കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ 23-ാം ഗഡുവിനെ കുറിച്ച് നിരവധി വ്യാജ വാർത്തകൾ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിൽ നിങ്ങൾ വീണു പോകരുത്. ഇന്ന് തന്നെ പണം വരും. അതുപോലെ ഇപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ പോലും ബാങ്ക് അക്കൗണ്ട് പോലും ഹാക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. 2000 രൂപ ലഭിക്കാൻ ഈ ഫോം പൂരിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ OTP ദയവ് ചെയ്ത് ആരും ഷെയർ ചെയ്യരുത്. ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ വിളിച്ച് നിങ്ങളുടെ OTP ചോദിക്കാറില്ല. സൈബർ തട്ടിപ്പുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. PM കിസാന്റെ പേരിൽ വിളിച്ച് OTP ചോദിച്ചാൽ ഒരിക്കലും നൽകരുത്. സർക്കാർ ഉദ്യോഗസ്ഥർ OTP ചോദിക്കാറില്ല. OTP നൽകുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനും വ്യക്തിഗത വിവരങ്ങൾക്കും അപകടമായേക്കാം. ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തമാകുന്നതിനാൽ ഭാവിയിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാവാം. കർഷക ID, ഡിജിറ്റൽ ഭൂവിവരങ്ങൾ, ആധാർ പരിശോധന, DBT സ്ഥിരീകരണം ഇവ കൂടുതൽ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രേഖകളെല്ലാം പുതുക്കി സൂക്ഷിക്കുന്നത് നല്ലതിനാണ്. 23-ാം ഗഡു ലഭിക്കണമെങ്കിൽ ഉടൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പോലും ഉണ്ട്. അത് നിങ്ങൾ മറക്കാതെ ചെയ്യണം. KYC സ്റ്റാറ്റസ് പരിശോധിക്കുക, ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക, ആധാർ വിവരങ്ങൾ പരിശോധിക്കുക, ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക, ഫാർമർ ID സംബന്ധിച്ച വിവരങ്ങൾ അറിയുക. അതുപോലെ തന്നെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഏറെ കാത്തിരുന്ന 23-ാം ഗഡുവിനെ കുറിച്ചുള്ള ന്യൂസ് പറയാം. 23-ാം ഗഡുവിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്. ഇതുവരെ കേന്ദ്ര സർക്കാർ 23-ാം ഗഡുവിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മുൻ ഗഡുക്കളുടെ വിതരണ രീതിയും വിവിധ റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കി ജൂൺ മാസത്തിന്റെ 2ാം പകുതിയിലോ അതിനുശേഷമോ ഗഡു എത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ ഒരു തീയതിയും ഉറപ്പാക്കിയിട്ടില്ല. അതിനാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തീയതികൾ മാത്രം വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു കാത്തിരിക്കുന്ന എല്ലാ കർഷകരും നിർബന്ധമായും KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കൂടാതെ ബാങ്ക് അക്കൗണ്ടും ആധാർ വിവരങ്ങളും കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ അതിന്റെ എല്ലാ വിവരങ്ങളും ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റു കർഷക സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. ഇത്തരം സർക്കാർ പദ്ധതികളുടെ പുതിയ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.